ഹായ് ഓൾ, വെൽക്കം ടു മാത്ത് വേൾഡ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +2-ലെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററാണ്. അതിലെ മാക്സിമ മിനിമ കോൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിലേക്ക് വരാം. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പിലുള്ള പ്രോബ്ലംസാണ് നിങ്ങൾ മെയിനായിട്ട് സോൾവ് ചെയ്യുന്നത്. ഒന്ന് ഡയറ്റ് പ്രോബ്ലം, മാനുഫാക്ചറിങ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതിലെ ഒരു ഡയറ്റ് പ്രോബ്ലമാണ് ഞാനിന്ന് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് കാണുക, ഒരു പ്രാവശ്യമോടെ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രേഷ്മ wishes to mix 2 types of food, P and Q. The vitamin contents in the mixture contains at least 8 units of vitamin A and 11 units of vitamin B. ഇതിൻ്റെ മീനിങ് എന്താ? ഈ പിയും ക്യൂ എന്ന് പറയുന്ന 2 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ 2 ഫുഡ് പ്രൊഡക്ട്സ് മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പുതിയ പ്രൊഡക്റ്റിൽ അറ്റ്ലീസ്റ്റ് എന്ന ടേമിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. കണ്ടോ? മിനിമം, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം. അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എയും അതുപോലെ അറ്റ്ലീസ്റ്റ് തന്നെ 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബിയും ഉണ്ടായിരിക്കണം. അതായത് മാക്സിമം എന്ത് ചെയ്യാൻ വേണമെങ്കിലും ആകാം, മിനിമം 8 യൂണിറ്റും 11 യൂണിറ്റ്സും ഉണ്ടായിരിക്കണം. ഇനി ഫുഡ് പീസ് കോസ്റ്റ് ഈസ് ₹60 per kilogram and Q's cost is ₹80 per kilogram. Food P contains 3 units per kilogram of vitamin A and 5 units of vitamin B, while Q contains 4 units of vitamin A and 2 units of vitamin B. അതായത് പി എന്ന് പറയുന്ന ഫുഡിൽ മാത്രം 3 യൂണിറ്റ് വൈറ്റമിൻ എയും അതുപോലെ തന്നെ 5 യൂണിറ്റ് വൈറ്റമിൻ ബിയുമാണുള്ളത്. അതേപോലെ ക്യൂ എന്ന് പറയുന്ന ഫുഡിലെ വൈറ്റമിൻ എയുടെ കണ്ടൻറ്റ് 4 യൂണിറ്റ്സും വൈറ്റമിൻ ബിയുടെ കണ്ടൻറ്റ് 2 യൂണിറ്റ്സുമാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിറ്റർമൈൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ദി മിക്സ്ചർ. മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മിനിമൈസ് ചെയ്യുക. മാക്സിമം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക, മാക്സിമം ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ മിനിമൈസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും ഫസ്റ്റ് ഒരു ടേബിൾ ഫോം ചെയ്യണം. അപ്പോൾ ഡയറ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ആദ്യമേ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും ഒരു ടേബിൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി മാനുഫാക്ചറിങ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ആ ടേബിൾ തന്നിരിക്കും, പിന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കൺസ്ട്രെയിൻസ് അങ്ങ് എഴുതിയാൽ മതി. ഡയറ്റ് ക്വസ്റ്റ്യൻസിന് അങ്ങനെയല്ല, ടേബിൾ ഫോം ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുവാനായിട്ട്, അതിൻ്റെ കൺസ്ട്രെയിൻസ് എഴുതുവാനായിട്ട്. സോ നോക്കിയേ, നമുക്ക് വേണ്ടത് എന്താ? ഒരു പുതിയ ഫുഡ് പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പി ആൻഡ് ക്യൂ അല്ലേ? അതുകൊണ്ട് തന്നെ ലെറ്റ് ദ മിക്സ്ചർ കണ്ടെയ്ൻസ്, ഇത് പുതിയ മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രേഷ്മ ഉണ്ടാക്കുന്ന പുതിയ മിക്സ്ചറിൽ X കിലോഗ്രാം ഓഫ് ഫുഡ് പിയും Y കിലോഗ്രാം ഓഫ് ഫുഡ് ക്യൂ ഉണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ? കിലോഗ്രാംസിലാണ് ക്വാണ്ടിറ്റി പറയുന്നത്. സോ Y എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു കിലോഗ്രാമാണ്, വിച്ച് മീൻസ് ദാറ്റ് ക്യൂവിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ്? വൈയും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ എക്സ് >= 0, Y >= 0. ഒരിക്കലും 0ൽ താഴെ പോവില്ല. വേണമെങ്കിൽ 0 യൂണിറ്റ് എന്ന് ഇടാം, അല്ലെങ്കിൽ 0ൽ താഴെ പോവില്ല. ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ടേബിൾ ഫോം ചെയ്യാം. നോക്കിയേ, ഏതൊക്കെ പ്രോഡക്ട്സാണ് നമ്മുടെ കയ്യിലുള്ളത്? പിയും ക്യൂവും. അത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? അടുത്ത ഇൻഫർമേഷൻ തന്നേക്കുന്നത് ഇതിലെ വൈറ്റമിൻ കണ്ടൻറ്റ് എ, വൈറ്റമിൻ കണ്ടൻറ്റ് ബി, 2 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. സോ ഫുഡ് പിയിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. ഫുഡ് പിയിൽ 3 യൂണിറ്റ്സ് ഇതാ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫുഡ് പി കണ്ടെയ്ൻസ് 3 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് 5 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. അതായത് ഈ പിയിൽ 3 യൂണിറ്റ് വൈറ്റമിൻ എയും 5 യൂണിറ്റ് വൈറ്റമിൻ ബിയും ഉണ്ട്. അതുപോലെ ക്യൂവിലെ ഇൻഫർമേഷൻ കണ്ടോ? 4 യൂണിറ്റ് വൈറ്റമിൻ എ. അപ്പോൾ അതിവിടെ എഴുതി 4 യൂണിറ്റ് വൈറ്റമിൻ എ. പിന്നെ എന്താ? 2 യൂണിറ്റ് വൈറ്റമിൻ ബി, അതിവിടെ എഴുതി. ഇനി നമുക്ക് റിക്വയർഡ് പ്രൊഡക്റ്റിൽ വേണ്ടത് എന്താ? മിനിമം 8 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ തന്നെ എത്ര വേണം? 8 യൂണിറ്റ്. ഇതാണ് റിക്വയർമെൻറ്റ്, അതുകൊണ്ടാണ് അത് ഇതിൻ്റെ താഴെ എഴുതിയത്. അതുപോലെ തന്നെ മിനിമം വൈറ്റമിൻ ബി എത്ര വേണം?
പുതിയ പ്രൊഡക്റ്റിൽ 11 യൂണിറ്റ്സ്. ഇനി അടുത്ത ഒരു കാര്യം ഇതിൽ എഴുതണം. പി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? പെർ കിലോഗ്രാമിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 60 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ക്യൂ എന്ന് പറയുന്ന ഫുഡ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? പെർ കിലോഗ്രാമിന് 80 ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? പിയും ക്യൂവും 2 പ്രൊഡക്ട്സ്. ഈ 2 പ്രൊഡക്ട്സിലെയും വൈറ്റമിൻ എയുടെയും ബിയുടെയും കണ്ടൻസ് എന്തുമാത്രമാണെന്ന് ടേബിളാക്കി. ഇനി റിക്വയർഡ് ആയിട്ടുള്ള പുതിയ പ്രൊഡക്റ്റിൽ എന്തുമാത്രം വൈറ്റമിൻ എ കണ്ടൻറ്റ് തന്നെ വേണം, വൈറ്റമിൻ ബി വേണം. ഇതാണ് നമ്മുടെ ടേബിൾ. അടുത്തത് നോക്കി, നമുക്ക് വേണ്ട അതായത് നമുക്ക് വേണ്ട പ്രൊഡക്റ്റിൽ 8 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എയും പിന്നെ എത്രയാണ്? 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബിയുമാണ് വേണ്ടത്. ഇനി നോക്കുക, കൺസ്ട്രെയിൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പി ഓക്കെ, ഇതിങ്ങനെ പി എ എന്ന് പറയുന്ന വേരിയബിളിനെ അല്ലേ നമ്മൾ എക്സ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തത് അല്ലേ? പിയുടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കി, റിക്വയർമെൻറ്റ്സ് എന്തിൻ്റെയാണ് വേണ്ടത്? ഇവിടെ നോക്കിക്കേ, 8 യൂണിറ്റ് ആരെയാണ് വേണ്ടത്? വൈറ്റമിൻ എ ആണ് അല്ലേ? അപ്പോൾ ഇത് ചേർത്തൊരു കൺസ്ട്രെയിൻ ഉണ്ടാക്കുക. അതായത് 3 × x. എന്തുകൊണ്ടാണ്? പി എന്ന ലെറ്റർ നമ്മൾ അതായത് പിയുടെ ക്വാണ്ടിറ്റി എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ 8 വരുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണ് വരുന്നത്. അതിൻ്റെ റീസൺ എന്താ? മിനിമം 8. മിനിമം വൈറ്റമിൻ എ എന്ത് തരം വേണം? 8 വേണം. മാക്സിമം എന്ത് തരം വേണമല്ലോ ആകാം. അപ്പോൾ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പി എന്ന് പറയുന്നതിലെ അതായത് ഫുഡ് പ്രൊഡക്റ്റ് പിയിൽ എത്ര യൂണിറ്റ് മിനിമം ഉണ്ട് എന്നാണ് പറയുന്നത്? 3 അല്ലേ? അങ്ങനെ എന്തുമാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. സോ 3 × x + 4 × y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 8. ഇത് ഏതിൻ്റെ കൺസ്ട്രെയിൻ ആണ്? വൈറ്റമിൻ എയുടെ. ഇതുപോലെ വൈറ്റമിൻ ബി പറഞ്ഞേ, 5x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11. കാരണം എന്താ? അവിടെയും അറ്റ്ലീസ്റ്റ് മിനിമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാക്സിമം എന്ത് വേണേലും ആകാം, എത്ര വേണേലും ആകാം. അതും കിട്ടി. ഇനി നോക്കിയ 2 പാരാമീറ്റേഴ്സും കൂടെ നമുക്ക് വേണ്ടത് കോസ്റ്റ് ആണല്ലേ, മിനിമം കോസ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കോസ്റ്റിനുള്ള കൺസ്ട്രെയിനും കൂടെ എഴുതുന്നത്. നോക്കുക, ഇനി സെക്കൻഡ് ടേബിളിൽ നിന്ന് നമുക്കിത് കിട്ടി. ഇത് വൈറ്റമിൻ ബിയുടെ. ഇനി ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഇസഡ് എന്ന് എടുത്തു. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി മിക്സ്ചർ ഈസ് ഇസഡ്. സോ എന്തെഴുതാൻ സാധിക്കും? ഇസഡ് ഈക്വൽ ടു 60x + 80y. കാരണം എന്താ? പി എന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് 60 ആണ്. അത് എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്നറിയില്ല. ആ ക്വാണ്ടിറ്റിയാണ് എക്സ്. പ്ലസ് ക്യൂവിൻ്റെ 1 കിലോഗ്രാമിൻ്റെ വിലയാണ് 80. അങ്ങനെ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. ആ അത്രയും ക്വാണ്ടിറ്റിയാണ് വൈ. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു 60x + 80y ആണ്. ഈ ഇസഡിനെ എന്ത് ചെയ്യണം എന്ന് അവർ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ മിനിമം കോസ്റ്റ് ഓഫ് ദി ന്യൂ മിക്സ്ചർ എന്നാണ്. സോ മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്തിനെയാണ്? കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റിനെ മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ കൺസ്ട്രെയിൻസ്? 3 കൺസ്ട്രെയിൻസ്. ഒന്ന്, ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. 2, വൈറ്റമിൻ എയുടെ റിക്വയർമെൻറ്റിൽ നിന്നും ഒരു കൺസ്ട്രെയിൻ കിട്ടി. വൈറ്റമിൻ ബിയുടെ റിക്വയർമെൻറ്റിൽ നിന്നും അടുത്ത കൺസ്ട്രെയിനും കിട്ടി. ഇത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇസഡിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ. അത്രേ ഉള്ളൂ. ഇനി നോക്കാം, ലീനിയർ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന്. ഒന്നാമത്തെ ഇത് എത്രയായിരുന്നു? 3x + 4y = 8 അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, ആദ്യമേ നമ്മൾ എക്സിന് 0 എന്ന് ഇട്ട് കൊടുക്കാം. എക്സിന് 0, പുട്ട് x = 0. അപ്പോൾ വൈ വാല്യൂ എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അങ്ങ് ഹൈഡ് ചെയ്താൽ മതി. എക്സ് ഇല്ലല്ലോ, 0 ആയിപ്പോയില്ലേ. അപ്പോൾ എന്തേ ഉള്ളൂ? 4y = 8 എന്ന് വന്നു. ഓക്കെ, എന്ത് വന്നു? 4y = 8. സോ നമുക്ക് എന്ത് കിട്ടും? y = 8/4. 8/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 2. കേട്ടോ. ഇതേപോലെ അടുത്തത് എന്താണ്? വൈക്കാണ് നമ്മൾ 0 ഇട്ട് കൊടുക്കേണ്ടത്. വൈക്ക് 0 ഇട്ട് കൊടുത്തു. അതായത് ഈ വൈയുടെ പാർട്ട് അങ്ങ് ഹൈഡ് ചെയ്താൽ മതി. പിന്നെ മിച്ചം എന്തേ ഉള്ളൂ? 3x = 8 എന്ന് കിട്ടി അല്ലേ? ദെയർഫോർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 8/3. 8/3. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുന്നത്? എക്സ് കോമ വൈ അല്ലേ? അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്നതാ? 0,2. സിമിലർലി ഇവിടെ 8/3, 0. 8/3, 0. ഈ 8/3യുടെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ്? 2.666 എന്ന് കിട്ടും. അതായത് 2.67 എന്ന് നമുക്ക് കിട്ടും അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ. ഇനി അതുപോലെ അടുത്ത കൺസ്ട്രെയിനും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് 5x + 2y = 11. ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സിന് 0 കൊടുക്കുക. അതായത് എക്സ് പാർട്ട് ഇല്ല. മിച്ചം എന്തേ ഉള്ളൂ? 2y = 11.
therefore y equal to 11/2. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ വാല്യൂ എത്ര കിട്ടിയത്? 0,11/2. അടുത്തത് y equal to 0 കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കണേ. y equal to 0 അപ്പോൾ എന്താ വരിക? 11/5 എന്ന് വരും അല്ലേ? അതായത് 5x equal to 11, so x equal to 11/5 എന്ന് വരും. അപ്പോൾ ഈ 11/5 എന്താ ഈ നമ്മൾ ഇതുപോലെ കാർട്ടീഷ്യൻ പ്ലെയിൻ വരച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് വേറെ വാല്യൂസ് നമുക്ക് കൊടുക്കാം. നോക്കിയാൽ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എക്സിന് ഞാൻ 2 എന്ന് കൊടുത്തു. എക്സിന് 2 കൊടുക്കുമ്പോൾ 5 2s are എന്താ 10 വന്നല്ലേ? ആ 10 ഇങ്ങോട്ട് പോയി. അതായത് 11 - 10 എത്ര വന്നു? 1 എന്ന് വന്നു. അപ്പോൾ എന്താ വന്നേ? 2y = 1. സോ y = എന്തെഴുതാൻ സാധിക്കും? 1/2. അതായത് ഒന്നുമില്ല, ഇവിടെ എന്ത് ചെയ്താൽ മതി? പുട്ട് x = 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? 5 × 2 + 2y = 11. ഇത് എത്രയാണ്? 10. അപ്പോൾ 2y = 11 - 10 1. സോ y = എത്രയാണ്? 1/2 എന്ന് കിട്ടും. അങ്ങനെയാണ് when x = 2 y വാല്യൂ become 1/2. മനസ്സിലായോ പറഞ്ഞേ? ഇപ്പം 4 പോയിൻറ്റ്സ് കിട്ടി. ഈ 2 പോയിൻറ്റ്സും കൊണ്ട് ഈ ലൈൻ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനിൽ വരയ്ക്കാം. ഈ 2 പോയിൻറ്റ്സും കൊണ്ട് ഈ ലൈനും ഈ ലൈൻ്റെ ഇക്വേഷനും വരയ്ക്കാം. അതാണ് ഇനി ചെയ്യേണ്ടത്. സോ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു y ആക്സിസ് വേണം, ഒരു x ആക്സിസും വേണം. ശ്രദ്ധിച്ചോണേ. സോ y ആക്സിസിൽ ഞാൻ 1 2 3 ആണ് ഇട്ടേക്കുന്നത്. 6 വരെ എവിടെ വേണേലും ഇവിടെ, എങ്ങനെ വേണേലും ഇവിടെ. ഇനി 0.5 1 1.5 അങ്ങനെ ഡിവിഷൻ എടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡിവിഷൻ എടുക്കാം, ഒരു കുഴപ്പമില്ല. സോ 1 2 3 4 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു. ഒന്നാമത്തെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0,2. അത് ഏത് ആക്സിസേലെയാണ്? y ആക്സിസേലല്ലേ? സോ 0,2 ഇതാ ഇവിടെ. അടുത്ത തന്നെ ഇതാ 8/3, 0. അത് ഏത് ആക്സിസേലെയാണ്? x ആക്സിസേലല്ലേ? സോ 8/3യുടെ വാല്യൂ ഞാൻ പറഞ്ഞില്ലേ, ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2.6 കിട്ടും. അതായത് 3ക്ക് തൊട്ട് പുറകിലായിട്ടൊരു വാല്യൂ. അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളത് എന്താ ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ കറക്റ്റായിട്ടൊരു 2.7 മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 8/3, 0 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. 8/3, 0. ഈ ലൈൻ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ 3x + 4y = 8 എന്ന ലൈൻ. അതേപോലെ അടുത്ത പോയിൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 0,11/2. 11/2 എന്ന് പറഞ്ഞാൽ എന്നാ? 5.5 അല്ലേ? സോ കൃത്യം നോക്കിയേ, 5നും 6ൻ്റെയും നടുക്ക് 5.5. അതാണ് 0,11/2. ഇവിടെ അടുത്തത് 2,1/2. അതായത് എക്സിൽ നിന്നും 2 യൂണിറ്റും വൈയിൽ നിന്ന് 0.5 യൂണിറ്റും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ. ഇത് കണ്ടോ? പോയിൻ്റ് ചെയ്തു. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ കൺസ്ട്രെയിനിലെ നോക്കിയേ? ഗ്രേറ്റർ ദാൻ ആണ്. ലെസ് ദാൻ വല്ലതും ഉണ്ടോ? ഇല്ല. അതായത് ഈ ഒന്നാമത്തെ ലൈൻ്റെത് മേലോട്ടാണ് പോണത് അല്ലേ? ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ മേലോട്ടല്ലേ പോണത്. ഇനി രണ്ടാമത്തെ ലൈൻ്റെതോ അതും മേലേക്കാണ് പോണത്. കണ്ടോ? അതായത് നിങ്ങളുടെ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത് ഇതാ ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ വരും, ഇങ്ങനെ വരും. ഇതാണ് നിങ്ങളുടെ ഫീസിബിൾ റീജിയൻ. 2 പോയിൻറ്റ്സും കൂടെ 2 റീജിയനൂടെ കോയിൻസൈഡ് ചെയ്യുന്നതല്ലേ? അതായത് നിങ്ങളുടെ റിക്വയർഡ് റീജിയൻ ഇവിടെയാണ്. മനസ്സിലായോ പറഞ്ഞേ? റിക്വയർഡ് റീജിയൻ ഇങ്ങനെയാണ്. ഈ റിക്വയർഡ് റീജിയനിലെ പോയിൻറ്റ്സ് ആണ് ഒന്നിത്, രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കേട്ടോ 3 പോയിൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഈ റിക്വയർഡ് റീജിയൻ്റെ ഒരു പ്രത്യേകത എന്താ? ഈ ഫീസിബിൾ റീജിയൻ്റെ പ്രത്യേകത എന്താ? ഇത് അൺബൗണ്ടഡ് ആണ്. മനസ്സിലായല്ലോ? ഇതെന്താണ്? അൺബൗണ്ടഡ് ആണ്. നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അൺബൗണ്ടഡ് ആണ്. 3 പോയിൻറ്റ്സ് ഉണ്ട്. നമുക്കതിനെ A, B, C എന്ന് വിളിക്കാം. ഒരു പോയിൻ്റ് ഇരിക്കുന്നത് 0,11/2ലും അടുത്ത പോയിൻ്റ് ഇരിക്കുന്നത് 2,1/2ലും അടുത്തത് 8/3, 0ലുമാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണെന്നുള്ള കോൺസെപ്റ്റ് എഴുതുക. എത്ര പോയിൻറ്റ്സ് ബൗണ്ടറിയിൽ ഉണ്ടെന്നുള്ളത് എഴുതുക. A, B, C. കണ്ടല്ലോ? ഇനി എന്താ അടുത്ത പ്രൊസീജിയർ? ഇതാണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ് അല്ലേ? ഈ കോർണർ പോയിൻറ്റ്സ് വെച്ച് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ A, B, C. എയുടെ വാല്യൂ എന്നാ? 8/3, 0. ബിയുടെ വാല്യൂ 2,1/2. അതായത് ഈ ഗ്രാഫ് ഇപ്പം ഞാൻ വരച്ചതിൻ്റെ പൊക്കത്തിൽ കൂടെ വരച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തിരി ഒരു കൺഫ്യൂഷനായിട്ട് പോകുന്നത്. നിങ്ങളത് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് വരും. ഓക്കെ,
പിന്നെ അടുത്ത പോയിന്റ് ഇവിടെ വരും. പിന്നെ അടുത്ത പോയിന്റ് വൈ ആക്സിസേ വരും. വൈ ആക്സിസിലെ പോയിന്റ് 8/3, 0 ഓൾറെഡി നമുക്കറിയാവുന്ന ആ പോയിന്റിൽ തന്നെ ടച്ച് ആവുന്നത്. ഇവിടെ നോക്കിയാൽ ഇത് നമുക്കറിയാവുന്ന 2, 1/2, ഇത് 0, 11/2 ആ പോയിൻറ്റ്സാണ് എടുക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്നതാ 8/3, അതെടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് മാക്സിമൈസ് അല്ല മിനിമൈസ് ചെയ്യേണ്ട ഇത് ഏതിനെയാണ്? കോസ്റ്റിനെയാണ് അല്ലേ. കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്നതാ? Z = 60x + 80y. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തിട്ട് കൊടുക്കണം? 8/3. അപ്പോൾ 60 × 8/3 + 0, കാരണം വൈയുടെ വാല്യൂ എന്താണ്? 0. വൈയുടെ വാല്യൂ 0 ആകുമ്പോൾ 80 × 0, 0 എഴുതേണ്ട കാര്യമേ ഇല്ല. പിന്നെ എന്താ, ഈ 3യും 60യും ക്യാൻസലായി പോയിട്ട് എന്ത് വരും ഇവിടെ? 20. 20 × 8 എന്ന് പറയുന്നത് 160 വന്നു. ഇനി അടുത്ത വാല്യൂ നോക്കിയേ, ബി. അവിടെ 2, 1/2, അതായത് എക്സിന് 2 എന്നും കൊടുക്കണം, വൈക്ക് 1/2 എന്നും കൊടുക്കണം. അതായത് 60 × 2 + 80 × വൈയുടെ വാല്യൂ 1/2. കട്ട് ചെയ്ത് ഇവിടെ 40 വന്നു. ഇതോടെ ചെയ്യുമ്പോൾ 120 + 40 160 വന്നു. അടുത്തത് സിയുടെ വാല്യൂ. സി എന്ന് പറഞ്ഞാൽ 0, 11/2. അതായത് 80 × കാരണം എന്താ, അവിടെ എക്സ് കോർഡിനേറ്റ് ഇല്ല. അപ്പോൾ ഈ 60ക്ക് ഇവിടെ റെലവൻസ് ഇല്ല, അത് എഴുതുകയേ വേണ്ട. പിന്നെ 80 × 11/2. ഓക്കെ, ഈ 2ഉം 8ഉം ക്യാൻസലായി 40 വന്നു. 40 × 11 440 എന്ന് കിട്ടി. നോക്കിയേ, അതായത് 160 എന്ന് പറഞ്ഞ് 2 മിനിമം വാല്യൂസ് വന്നു. ഇനി എന്താ, മിനിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലെ മിനിമം വാല്യൂ എടുക്കുക, മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലെ മാക്സിമം വാല്യൂ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ, ഇവിടെ 2 മിനിമം വാല്യൂ വന്നിട്ടുണ്ട്. ഒരെണ്ണം 8/3, 0യിലും അടുത്തത് 2, 1/2യിലുമാണ് ഈ മിനിമം വാല്യൂ ഓഫ് ഇസഡ് വന്നേക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റിലെ ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അൺബൗണ്ടഡ് ആണ് അല്ലേ. സോ അൺബൗണ്ടഡിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രൈറ്റീരിയ കണ്ടീഷനൊക്കെ അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അൺബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ ഒരു കാര്യയുടെ ഒരു ഇത് വരും. എന്താ അത് നോക്കിയേ, ഈ 160 എന്ന് പറഞ്ഞ് കിട്ടുന്ന മിനിമം വാല്യൂ ചിലപ്പോൾ മിനിമം ആകാം, അല്ലെങ്കിൽ മിനിമം ആകാതിരിക്കാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അൺബൗണ്ടഡിൻ്റെ കേസിൽ കിട്ടുന്ന മിനിമം വാല്യൂ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ദ മിനിമം വാല്യൂ. അതുപോലെ മാക്സിമം ആണെങ്കിലും ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ദ മാക്സിമം വാല്യൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന കേസിൽ വീണ്ടും ഒരു കാര്യമൂടെ നമ്മൾ ചെയ്യണം. എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് അൺബൗണ്ടഡിൻ്റെ കേസിൽ മാത്രം. ഓക്കെ, ബൗണ്ടഡ് ആണെങ്കിൽ തീർന്നു ക്വസ്റ്റ്യൻ ഇവിടം കൊണ്ട്. മിനിമം ആണ് മിനിമം, മാക്സിമം ആണ് മാക്സിമം, തീർന്നു. കോർണർ പോയിന്റ് കൊണ്ട് എടുത്താൽ മതി. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൺബൗണ്ടഡ് ആണെങ്കിൽ സിമ്പിളാണ്, ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ആ മെയിൻ ആയിട്ടുള്ള കൺസ്ട്രെയിൻ ഇല്ലായിരുന്നോ, ഇസഡിൻ്റെ വാല്യൂ അതെടുത്ത് ഒന്നുകൂടെ എഴുതിക്കേ. 60x + 80y എന്താ, മിനിമം വാല്യൂ എന്നല്ലേ. സോ അതായത് മാക്സിമം 160. അതിൻ്റെ മീനിങ് എന്താ, മാക്സിമം 160. ഇനി അതിനും താഴെ വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ടാണ് <160 എന്ന് ഇട്ടത്. ഇനി ഇതിനെല്ലാം ചെറിയ ഫോമിലോട്ട് മാറ്റിക്കുക. 0 കട്ടായി. ഇതിനെല്ലാം ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 3. ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4. ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് വന്നു. കണ്ടോ, 8 എന്ന് വന്നില്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഇത് ഏത് ഫോമിലാണ് വന്നത്? 3x + 4y < 8. വീണ്ടും ഞാൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ എടുത്തു. എക്സിന് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 8/4 2 എന്ന് വന്നു. ഇനി വൈക്ക് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 8/3 എന്ന് വന്നു. ഇതേ ലൈൻ നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തതല്ലേ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എഴുതിയതല്ലേ. ഇതാ ക്വസ്റ്റ്യനിലെ ഏറ്റവും ആദ്യത്തെ കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് ഇതേ ലൈൻ തന്നെയായിരുന്നു. കണ്ടോ, പക്ഷേ ഡിഫറൻസ് എന്താ നിങ്ങൾ നോക്കിയേ. ഇത് 3x + 4y ≥ 8 ആയിരുന്നു. പക്ഷേ ഇവിടെ കിട്ടിയതോ, ഈ മെയിൻ കൺസ്ട്രെയിൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതോ <8 ആണ്. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ ഗ്രാഫിൽ എന്ത് ചെയ്യണം? ഇത് ഗ്രാഫിലേക്ക് നോക്കി, ഇതാണ് ഈ 3x എന്ന് പറഞ്ഞ് പോണ വര. അത് <8 എന്ന് വന്നതുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് എങ്ങോട്ട് പോവും? ഇങ്ങനെ താഴത്തേക്ക് പോവും. കണ്ടോ, അപ്പോൾ ഈ ഫീസിബിൾ റീജിയൻ എവിടെയാണ്? മേലെയാണ്. ഇപ്പോൾ കിട്ടിയ ലൈൻ എവിടെയാണ്? താഴെയാണ് അല്ലേ. ഇത് തമ്മിൽ കോമൺ കോണ്ടാക്ട് പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് തോന്നാം ഈ പറയുന്ന ഏതാ
8/3, ഈ ലൈൻ്റെ ഈ 8/3, ഒരു കോമൺ പോയിന്റ് ആണ്. നല്ല, അതെന്തുകൊണ്ടാണ്? ഇത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നത് നമ്മുടെ മെയിൻ കൺസ്ട്രെയിനിലായിരുന്നു. ഈ ഫൈനലി ചെയ്തപ്പോൾ കിട്ടിയ ഇവിടെ എന്തേ ഉള്ളൂ? ലെസ് ദാനേ ഉള്ളൂ. അതായത് ഞാനിത് വരയ്ക്കുമ്പോൾ, രണ്ടാമത്തെ കേസിൽ ഇത് വരയ്ക്കുമ്പോൾ ഈ ഫീസിബിൾ റീജിയൻ ആയിട്ട് അല്ലെങ്കിൽ ഈ ഹാഫ് പോർഷൻ കിട്ടുന്നത് താഴേക്കാണ്. പക്ഷേ എൻ്റെ ഫീസിബിൾ റീജിയൻ എവിടെയാണ്? മേലെയാണ് അല്ലേ? സോ കോമൺ ആയിട്ട് പോയിൻ്റ് ഒന്നും ഇല്ല. മനസ്സിലായോ പറഞ്ഞേ? അപ്പം നിങ്ങളത് എഴുതണം. ചെക്ക് ചെയ്യുക, ഹാഫ് പ്ലെയിനിൽ കോമൺ പോയിൻറ്റ്സ് ഫീസിബിൾ റീജിയനിൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? കോമൺ പോയിൻറ്റ് ഇല്ലെന്ന് മനസ്സിലായി. കോമൺ പോയിൻ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ മിനിമം കോസ്റ്റ് 160 തന്നെയാണ്. അത് ഒന്നെങ്കിൽ ഏതൊക്കെ കോർണർ പോയിൻ്റ് വരാം? 8/3, അല്ലെങ്കിൽ 2, 1/2 എന്ന കോർണർ പോയിൻറ്റിലോ വരാമെന്ന് മനസ്സിലായി. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ മിനിമം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇസഡിൻ്റെ വാല്യൂ മാക്സിമം ആകുന്ന കോർണർ പോയിൻ്റ് ഏതാണ്, ഇസഡിൻ്റെ വാല്യൂ മിനിമം ആവുന്ന കോർണർ പോയിൻ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഓർക്കേണ്ട ഏക കാര്യം, അൺബൗണ്ടഡ് ആണ് നമ്മുടെ കണ്ടീഷൻ എങ്കിൽ ഈ മിനിമത്തിന് ശേഷം ഒരു കാര്യമോടെ ചെയ്യണം. മെയിനായിട്ടുള്ള ആ ഇസഡ് വാല്യൂവിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, അതെടുത്ത് സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഗ്രാഫ് കൂടെ വരയ്ക്കണം. എന്നിട്ട് ആ ഗ്രാഫും ഫീസിബിൾ റീജിയനും തമ്മിൽ കോമൺ റീജിയൻ ഉണ്ടോ എന്ന് നോക്കണം. കോമൺ റീജിയൻ ഉണ്ടെങ്കിൽ കൺക്ലൂഷൻ എന്താ? ഇതല്ല അതിൻ്റെ മിനിമം പോയിൻ്റ് എന്നുള്ളതാണ്. ഓക്കെ, കോമൺ റീജിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും മിനിമം ഇതാണ്. ഓർത്തോണം, ഇത് ചെയ്യേണ്ടത് അൺബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ബൗണ്ടഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആ ബൗണ്ടറിയിലുള്ള 4 പോയിൻറ്റ്സോ 3 പോയിൻറ്റ്സോ കോർണർ പോയിൻ്റ് ആയിട്ട് എടുത്ത് കിട്ടുന്ന ഇസഡിൻ്റെ വാല്യൂ നോക്കുക. അത് മിനിമം ആണെങ്കിൽ മിനിമം എടുക്കുക, മാക്സിമം ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ മാക്സിമം എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർണർ പോയിൻറ്റ്സ് കൂടെ എഴുതിയാൽ മതി. സോ എനിക്കറിയാം അത്ര ഒരു ഇതായിട്ടല്ല, കാരണം ഇത് ഉള്ളതിലൊരു ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലും സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. ബൗണ്ടറി, അതായത് ബൗണ്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അൺബൗണ്ടഡ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്രയും കൂടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.